കിച്ചൺ ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തുളസി. ഇന്ന് നമ്മൾ വൈറ്റ് പ്രോംഫിറ്റ് അഥവാ വെള്ള ആവോലി കൊണ്ടുള്ള ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. എയർ ഫ്രയറിൽ എങ്ങനെ വെള്ള ആവോലി ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 വലിയ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നന്നായി വരഞ്ഞെടുക്കാം. ഇത് വളരെ ദശ കട്ടി കുറഞ്ഞ മീനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് മസാല പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് വറുത്തെടുക്കുന്നതാണ് ടേസ്റ്റ് ആയിട്ടുള്ളത്. അത്രയധികം മസാലയൊന്നും അതിൽ പിടിക്കില്ല. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മത്സ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിൽ വേണ്ടവർക്ക് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയതൊക്കെ ചേർക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ കനം കുറഞ്ഞ മത്സ്യങ്ങളിലൊക്കെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ചേർക്കുമ്പോൾ ആ മീനിൻ്റെ സ്വാദ് പോയിട്ട് ആ മസാലയുടെ സ്വാദ് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് കട്ടിയുള്ള മത്സ്യങ്ങളിൽ മീനുകളിലൊക്കെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള മസാലയായിരിക്കും ടേസ്റ്റ് ആയിട്ടിരിക്കുക. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ കനം കുറഞ്ഞ കട്ടി കുറവുള്ള മീനുകളിൽ വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് പുരട്ടിയെടുത്താൽ അതാണ് സ്വാദുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നാറ്? ഏത് തരാണ് നിങ്ങൾ ഉപയോഗിക്കാറുള്ളത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. അതുപോലെ തന്നെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. ഇങ്ങനെ മസാല മീനിൽ പുരട്ടി വെച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷം വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഇതിൽ ഒരുപാട് മസാലയൊന്നും ഉള്ളിലേക്ക് പിടിച്ച് അങ്ങനെ ടേസ്റ്റ് ആവില്ല കേട്ടോ. പുറത്തേക്ക് തന്നെയാണ് ഇതിൻ്റെ മസാല അധികം നിൽക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും എയർ ഫ്രയറിൽ വറുത്തെടുക്കുന്ന മീനുകൾക്ക് എണ്ണയിൽ വറുത്തെടുക്കുന്ന മീനും കൂടി ടേസ്റ്റ് കമ്പയർ ചെയ്യാൻ നോക്കരുത്. കാരണം എണ്ണയിൽ വറുത്തെടുക്കുന്ന മീനിന് എപ്പോഴായാലും ഒന്ന് നമ്മുടെ നാവ്, അതാണ് രുചി നമുക്ക് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അത് ടേസ്റ്റ് കൂടുതലാണ്. ഇതിലാകുമ്പോൾ ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞാലും ആരോഗ്യത്തിന് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് എടുത്ത് അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മീൻ വെച്ചിട്ട് നമുക്ക് 160 ഡിഗ്രിയിൽ 7 മിനിറ്റ്സ് ആണ് ഞാൻ ആദ്യം ചെയ്തെടുത്തത്. അതിനുശേഷം അതിന് മേലെ നമുക്ക് ഒന്നും കൂടി മീനിൻ്റെ മേലെ നമുക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിടാം. മറിച്ചിട്ട് ഒന്നും കൂടി ആ സൈഡിലും കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അത് ടെമ്പറേച്ചർ കുറച്ച് കൂട്ടുന്നുണ്ട്. 180 ഡിഗ്രിയാണ് എടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 7 മിനിറ്റ്സും കൂടിയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നോർമലായിട്ട് മൊരിഞ്ഞ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇതിൽ കൂടുതലായിട്ട് മൊരിയണം എന്നുള്ളവർക്ക് ഈ 180 ഡിഗ്രിയുടെ ടൈമിംഗ് കൂട്ടിയാൽ മതി കേട്ടോ. 160 ഡിഗ്രിയുടെ ടൈമിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ഔട്ട്കം ഉണ്ടാവുക. പുറത്ത് നന്നായി മൊരിഞ്ഞ് കിട്ടാനായിട്ട് നമ്മൾ 150 ഡിഗ്രിയിൽ 7 മിനിറ്റ്സ് എന്നുള്ളത് ഞങ്ങൾക്കൊരു 8 മിനിറ്റോ 10 മിനിറ്റിലേക്ക് കൂട്ടി വയ്ക്കാം. നോർമലായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഇത്രയും ടെമ്പറേച്ചറിൽ ഇത്രയും ടൈമിങ്ങേ ആവശ്യമുള്ളൂ. ഒരു 12 മിനിറ്റ് അല്ലെങ്കിൽ 13 മിനിറ്റ് മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വൈറ്റ് പ്രോംഫിറ്റ് ഫ്രൈ കിട്ടും. ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുതേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.